എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രിയോടെ തന്നെ ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, റിസൾട്ട് എങ്ങനെ മൊബൈൽ വഴി ചെക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇന്ന് എത്ര മണിക്കായിരിക്കും പ്രസിദ്ധീകരിക്കും, പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാകുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ +1 അലോട്ട്മെൻറ്റ് സംബന്ധിച്ചും ഒക്കെയുള്ള അറിയിപ്പുകൾ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നൊരു ചാനലാണ്. നിങ്ങൾക്ക് +1 +2 കാലഘട്ടത്തിൽ എക്സാംസ്, ഇമ്പ്രൂവ്മെൻറ്റ്, റിസൾട്ട്സ്, ടൈം ടേബിൾ, ആൻസർ കീകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ ലഭിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ 15,000 സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ വിദ്യാർത്ഥികളെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. അപ്പോൾ നമുക്കിതിനെ വീഡിയോയിലേക്ക് പോകാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പ്രസിദ്ധീകരിക്കും. നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നു, തിങ്കളാഴ്ചയോടെ അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിച്ചാലും നാളെ പ്രസിദ്ധീകരിച്ചാലും ഒക്കെ തിങ്കളാഴ്ചയോടെ അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിലായിരിക്കും മിക്കവാറും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇന്ന് രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് റിസൾട്ട് അറിയാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി പ്രസിദ്ധീകരിച്ചേക്കാം എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, മൊബൈൽ വഴി എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം. പല വിദ്യാർത്ഥികളും റിസൾട്ട് ചെക്ക് ചെയ്യാൻ അറിയാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് കമൻ്റായിട്ടും അല്ലാതെയൊക്കെ പേഴ്സണലായിട്ടൊക്കെ അറിയിച്ചിരുന്നു. എന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കോൺടാക്റ്റ് ചെയ്ത് എന്നെ പേഴ്സണലായിട്ടൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സംശയത്തിനുള്ള മറുപടിയാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മൊബൈൽ വഴിയും ഈ റിസൾട്ട് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിലോ ക്രോമിലോ കയറിയതിന് ശേഷം HFCAP എന്ന് സെർച്ച് ചെയ്യുക. കറുപ്പിൻ്റെ മേലെ കറുപ്പ് എഴുതുമ്പോൾ തിരിയുന്നില്ല അല്ലേ? HFCAP എന്ന് ഈ 5 അക്ഷരം കണ്ടില്ലേ, HFCAP എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തുറന്നു വരുന്ന പേജ് നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റ് പേജാണ്. അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ വരിക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റും ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു. അങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, അവിടെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഏത് സ്കൂളിലേക്കാണെന്നും ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെന്നും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതിനിടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിങ്ങൾ പുതിയ സ്കൂളിലേക്കായാലും പുതിയ കോഴ്സിലേക്കായാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ പ്രവേശനം നിർബന്ധമായും നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റും മുൻപുണ്ടായിരുന്ന സീറ്റും ഒക്കെ നഷ്ടമാകുന്നതായിരിക്കും. പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരം നിങ്ങൾ പ്രവേശനം തന്നെയാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കാൻ പറ്റിയ സംശയമാണ്, അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് മുന്നുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ എവിടെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇന്ന് എത്ര മണിക്കായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക? ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിലും രാത്രിയോടെ മാത്രമേ പ്രസിദ്ധീകരിക്കുള്ളൂ. നൈറ്റാണ് റിസൾട്ടിൻ്റെ ടൈം, രാത്രി. ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നൊരറിയിപ്പ് പ്രസിദ്ധീകരിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നാളെ രാവിലേക്ക് മുമ്പായിട്ട് എന്തായാലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. ഉറപ്പൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇനി പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ ഉണ്ടോയെന്ന്. ഇതിൽ നിങ്ങൾക്കൊരു കാര്യം പറയുക, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷനേ ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ടെമ്പററി അഡ്മിഷൻ ഒരു കാരണം വെച്ചാലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്
ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാലും ആ സ്കൂളിലേക്ക് നിർബന്ധമായും ഫീസ് അടച്ച് നിങ്ങൾ സ്ഥിരപ്രവേശനം നേടണം. ഇനി പല വിദ്യാർത്ഥികളും ചോദ്യമാണ് ട്രാൻസ്ഫർ ലഭിച്ചു കഴിയുമ്പോഴാണ് പറയുന്നത് എനിക്ക് മുന്നുണ്ടായിരുന്ന സ്കൂൾ മതി, പുതിയ സ്കൂൾ വേണ്ട എന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്ക് നിർബന്ധമായി മാറേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സംശയത്തിനുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.